മനഃപൂർവ്വം പെടുത്തിയതാണെങ്കിലും മറ്റൊരു വിധത്തിൽ ആലോചിച്ച ഇതാ ശിവന്റെ ആജ്ഞയായിട്ട് കണ്ടാ മതി. ഭഗവാന്റെ തീരുമാനത്തിൽ നടക്കുന്ന സംഭവത്തിന് പിറകിൽ ഒരു കാരണം ഉണ്ടാവും. ഈ വിധത്തിലെങ്കിലും ശ്രീകർ നിന്റെ സ്വന്തമായാ മതി. ചെറിയച്ഛൻ എപ്പോഴാണെങ്കിലും ചെറിയമ്മയുടെ ആയിരിക്കും. എപ്പോഴും ചെറിയമ്മയുടെ മാത്രമായിരിക്കും. കുട്ടികൾ പറഞ്ഞ അത് സത്യമാവെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞ കാര്യം സത്യമാവും, നോക്കിക്കോ. നിഹാരിക എന്നെ പെടുത്തിയതാണെന്ന് അവള് കരുതുന്നത് അത് അവളുടെ ദൃഷ്ടിയില് ചിലപ്പോ സത്യമായിരിക്കും. പക്ഷെ എന്റെ മനസ്സിലുള്ള കാര്യം മറ്റൊന്നാ. എങ്ങനെയുണ്ട് അവനി? എന്നെ കനലിലൂടെ നടത്തിച്ചില്ലേ? നിന്നെ ഈ നിറഞ്ഞ കുടങ്ങളുമായി നടത്തിക്കുന്നു. ഇപ്പൊ രണ്ടും ടാലിയായില്ലേ? 101 കുടം വെള്ളം കോരുമ്പോഴേക്കും 104 അസുഖങ്ങള് കട്ടായം. വീട്ടിൽ എന്തായാലും ഒരു 8-10 ദിവസം നിന്റെ ശല്യം ഉണ്ടാകില്ല. എനിക്ക് സമാധാനായിട്ടിരിക്കാം. നീ എന്തിനാ ചിരിക്കുന്നെ? ഞാൻ നിന്നെ പെടുത്തിയെന്ന് പറയുന്നത് സത്യം. പക്ഷെ എന്നെ പെടുത്തിയെന്ന് നീ കരുതുന്നത് വെറും ഭ്രമം. കുട നിറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞില്ലേ നീ? പിന്നെങ്ങനെ തോന്നലാവുന്നെ? എടി വിവരമില്ലാത്തവളെ, നിറപ്പിക്കുകയാണെന്നാ നീ കരുതുന്നേ. പക്ഷേ ഇത് നിറയ്ക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? അതെന്താ? ശ്രീകരേട്ടന്റെ ആരോഗ്യത്തിന് കുഴപ്പം വരാതിരിക്കാൻ ഞാൻ നേരത്തെ നേർന്നതാ. അപ്പൊ ചെയ്യണ്ടേ? ശ്രീകരേട്ടൻ ഒരിക്കൽ കൂടി അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ നേർന്നതാ. നേർച്ച നമ്മൾ നിറവേറ്റണ്ടേ? 101 കുടങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തുന്നത് എനിക്ക് ഭാരമല്ല, അതെന്റെ ബാധ്യതയാണ്. സങ്കടമല്ല, സന്തോഷം. ഇനി നീ പറ മോളെ, ഈ ഗെയിമിലിപ്പോ ആരാ ജയിച്ചേ? നിന്നെപ്പോലെ ആളെ പറ്റിച്ച് നേർച്ച നിറവേറ്റേണ്ട ആവശ്യം എനിക്കില്ല, വരില്ല. മനസ്സിലായോ? എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളിന് വേണ്ടി നീ എന്തിനാ അഭിഷേകം നടത്തുന്നേ? പാടില്ല, അത് വേണ്ട. എല്ലാവർക്കും ഇടയിൽ ഓരോ ബന്ധം ഉണ്ടാവുമല്ലോ. ഇത് തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ പൂർത്തിയാക്കണമെന്നല്ലാതെ ഉപേക്ഷിക്കാൻ പാടില്ല. ഹിമഗിരിസുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ. കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ നിന്നകന്നേവോം. ഹിമഗിരിസുതയുടെ പതിരിണയിൽ ചേരുക നെഞ്ചേ. കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ നിന്നകന്നേവോം. ദുരിതങ്ങളതൊഴിവാനൊരു വഴി കാട്ടുക ശിവനേ, വഴി
കാട്ടുക ശിവനെ. ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ. കലിയുടെ കന്മഷദ്വേഷമശേഷം നിന്നിൽ നിന്നകന്നേ പോ. പുരഹര ചരിത കഥാമൃതമനിശം ഉരുവിടുകെന്റെ രസനേ. നിൽക്ക് ശ്രീകർ. നിഹാരിക, വാ മോളെ. ഉരുവിടുകെന്റെ രസനേ. നിൻ കർമ്മം ശുഭമായി തീരും, അത് പാഴാവില്ലിതു നിർണയം. നിൻ കർമ്മം ശുഭമായി തീരും, അത് പാഴാവില്ലിതു നിർണയം. ദുരിതങ്ങളതൊഴിവാനൊരു വഴി കാട്ടുക ശിവനേ. വഴി കാട്ടുക ശിവനേ. സുജാത, വാ മോളെ. ആവനി ഒരു മൂലയ്ക്ക് കിടക്കുമെന്നല്ലേ നീ പറഞ്ഞത്? അവൾ എന്നിട്ട് ഒന്ന് കിതയ്ക്ക പോലും ചെയ്യാത്ത എത്ര കൂളായിട്ടാ വന്നേ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. അവസാന കൊടുവും പിടിച്ച് വരുന്നുണ്ട്. വാക്ക് പറഞ്ഞതുപോലെ അവനി 101 കുടം വെച്ച് ഭഗവാനെ അഭിഷേകം ചെയ്തല്ലമ്മേ. എല്ലാരും ഒന്ന് കൈയടിച്ചേ. ആവനി, ഇപ്പൊ നീ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേ. ശത്രുക്കളെ അകറ്റി നിർത്തി നിന്റെ ആഗ്രഹങ്ങൾ സത്യമാവും. ആ വെച്ചത് നിനക്കാ. മനസ്സിലായി. എപ്പോഴും നിന്നോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ടാവും. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി
ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ പോലെ നീ ആലോചിക്കുന്നേ. ഇവർക്കെന്തോ ഒട്ടും വിവരമില്ലേ. എല്ലാവരും അങ്ങ് പൊക്കി പറഞ്ഞോളൂ. അഭിഷേക കാര്യക്രമങ്ങൾ പൂർത്തിയായിരിക്കണു. ഇനി എല്ലാവർക്കും നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. എല്ലാ ഭക്തർക്കും മഹാശിവരാത്രി ആശംസകൾ. ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടെ നടക്കാൻ പോകുന്ന നാടക അവതരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോകുന്നതാണ്. നാടകം തുടങ്ങുന്നതിന് മുൻപ് വേദവതി അമ്മയുടെ കുടുംബത്തിൽ നിന്നും ശ്രീ ശ്രീകർ, നിഹാരിക, ആവനി എന്നിവരോടൊപ്പം ദുഷ്ടശക്തികളുടെ രൂപത്തിൽ മറ്റ് 4 കലാകാരന്മാർ കൂടി ചേർന്ന് ശിവമഹിമ എന്ന നാടകം കളിക്കാൻ വേണ്ടി പോവുകയാണ്. ചുരുക്കത്തിൽ ഈ അധ്യായത്തിന്റെ സാരാംശം എന്തെന്നാൽ, ശിവപാർവതിമാർ കൈലാസത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിലുള്ളൊരു ഭക്ത അവള് നേരിട്ട ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കരഞ്ഞുകൊണ്ട് ശിവനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? ദൃശ്യരൂപത്തിൽ നിങ്ങൾ കണ്ടോളൂ. നിഹാരികയെക്കുറിച്ചും അവളുടെ ഭാവിയെക്കുറിച്ചും നമ്മൾ പ്രതീക്ഷിച്ചതും ഇപ്പൊ സംഭവിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. അവൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അമ്മേ, എന്താ മോളെ? ചെറിയമ്മ നാടകത്തില് ദൈവത്തിനോട് എന്താ ചോദിക്കാൻ പോകുന്നേ? എന്താന്ന് എനിക്കും അറിയില്ല മോളെ. അവളുടെ വട്ടെന്നല്ലാതെ അതിനെന്താ പറയാ? ജീവിതത്തിൽ പോലും അവൾ ആഗ്രഹിച്ചത് നടന്നിട്ടില്ല. നാടകത്തിൽ ഇനി നടന്നാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നിങ്ങളൊക്കെ ആരാ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ശിവമഹിമ നാടകത്തില് അഭിനയിക്കാൻ പോകുന്ന ദുഷ്ടശക്തികളല്ലേ? അതെയല്ലോ. എങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. റെസ്റ്റ് എടുക്കുന്നത് എന്തിനാ? ഞങ്ങൾ അഭിനയിക്കാൻ പാടില്ലേ? ആർട്ടിസ്റ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തിന്? ആരാ അവര്? ഞങ്ങളാ. നിങ്ങളോ? കണ്ടിട്ട് റൗഡികളെ പോലെ ഉണ്ടല്ലോ. നിങ്ങളാണോ ആർട്ടിസ്റ്റ്? അപ്പം മനസ്സിലായല്ലേ? ഡാ തീർത്തേക്കടാ. എടാ പെട്ടെന്ന് വേഷം മാറാൻ നോക്ക്. സ്വാമി, പരമപവിത്രമായി നിന്നെ ആരാധിക്കുന്ന ഭക്തിയാണ് ഞാനെന്ന് നിനക്കറിയാലോ. ഈ നിമിഷത്തില് ഞാനൊരു പ്രശ്നവുമായി എന്റെ വിഷമം പറയാനാണ് കഠോരമായി ഈ പൂജ ആരംഭിക്കുന്നത്. മല്ലികാർജുന, ആദിയും ഞാനാ അന്തവും ഞാനാന്ന് പറഞ്ഞതല്ലേ? സൃഷ്ടി പരിപാലകനായി നിനക്കറിയാത്തതായി എന്താ ഉള്ളത്? എന്നോട് നീ നീതി കാണിക്കണം. ശങ്കര, ഈ താലി കെട്ടിയാള് എന്നിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അതിപ്പോൾ താങ്ങാൻ കഴിയാത്ത വിഷമമായിട്ടുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളിൽ കിടന്നുലയുകയാണോ? ഗതിയില്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.
നാടകത്തിന്റെ പേരും പറഞ്ഞ് അവള് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണല്ലോ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. നിഹാരികയ്ക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നെങ്കിൽ ഈ നാടകത്തിന് അവൾ സമ്മതിക്കില്ലായിരുന്നു. സ്ക്രിപ്റ്റ് കൊടുത്തത് അവളാന്ന് പറഞ്ഞില്ലേ? എന്ത് സംഭവിക്കുവോ? എന്റെ ഈ താലിക്ക് നിന്റെ സംരക്ഷണം വേണം. എന്റെ ഭർത്താവിനെ ഞാനുമായി ചേർത്ത് നിർത്തണം. ഈ താലി ബന്ധം സത്യമാണെങ്കിൽ ഈ ബന്ധത്തിന്റെ കാര്യം എല്ലാവർക്കും നീ വ്യക്തമാക്കി കൊടുക്കണം സ്വാമി. ആവനിയുടെ കഴുത്തിലെ താലിയോ? ഇത് നാടകത്തിന്റെ ഭാഗമാണോ അതോ ശരിക്കും ഉള്ളതാണോ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഐശ്വര്യാശ്രയ ചിന്മയ ചിൽഘന സച്ചിദാനന്ദ സുരേശ ശിവഹര സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ ശിവ. ഓംകാര പ്രിയ ഉരഗ വിഭൂഷണ ഹ്രീംകാര പ്രിയ ഈശ ശിവഹര സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ ശിവ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സ്വാമി, ഈ നടക്കുന്നത് നാടകമാണെങ്കിലും സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞ് എന്റെ അനീതിക്ക് അംഗീകാരം കൊടുക്കണേ. അംബരവാസ ചിദംബര നായക തുംബുരു നാരദ സേവ്യ ശിവഹര സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ ശിവ. ആഹാര പ്രിയ അഷ്ടദിഗീശ്വര യോഗി ഹൃദി പ്രിയവാസ ശിവഹര സാംബ സദാ ശിവ സാംബ സദാ ശിവ സാംബ സദാ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നീ പൂജ ചെയ്യാൻ പാടില്ല. എഴുന്നേറ്റ് പോ. എന്റെ പ്രാണൻ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ എന്റെ ശിവനെ പ്രീതിപ്പെടുത്താതെ ഞാൻ ഇവിടെ നിന്നും എഴുന്നേൽക്കില്ല. എങ്ങനെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ പൂജയ്ക്ക് ഞങ്ങൾ ഭംഗം വരുത്തും. ഓം നമഃ ശിവായ. എന്തുപറ്റി സ്വാമി? എന്റെ ഭക്ത ഒരു ആപത്തിൽപ്പെട്ടിരിക്കുന്നു. അവരുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. എനിക്ക് പോകണം. സ്വാമി, ആരാ നിങ്ങള്? ഈ നാടകത്തിലെ ആർട്ടിസ്റ്റുകളാ. സ്വാമി, എന്നെ രക്ഷിക്കണം സ്വാമി. ഇത് ഡ്രാമയൊന്നും അല്ല, നമ്മുടെ വീട്ടിൽ എന്നും നടക്കുന്ന കാര്യങ്ങളൊക്കെയാ. അതെ അമ്മ, ശരിക്കും അതുപോലെ തന്നെയുണ്ട്. ശിവ, എന്നെ രക്ഷിക്കണേ. അവർ ആർട്ടിസ്റ്റ് അല്ലെന്നാ തോന്നുന്നേ. അവന് ശരിക്കും അപകടത്തിൽപ്പെട്ടിരിക്കുക. സ്വാമി, നിന്നാലും സ്വാമി, അവള് യഥാർത്ഥ ഭക്തിയാണെന്ന് തോന്നുന്നില്ല. കപട ഭക്തിയെ പോലെ തോന്നുന്നു. അങ്ങത് വിട്ടേക്കൂ. ഞാനിപ്പോ പോയില്ലെങ്കിൽ ലോകത്തിന് എന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടും ദേവി. ഞാൻ പോകുന്നു. ശിവ, ശിവ, ശിവ. ആപത്തിൽപ്പെട്ട ഈ ഭക്തിയുടെ ആർത്തനാദം കേട്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ. എന്റെ ഈ താലിയെ നീ സംരക്ഷിച്ചല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ ഭർത്താവിനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റണേ സ്വാമി. തദാസ്തു.